വാട്ട് ഷുഡ് ബി അവർ ഷെഡ്യൂൾ ഡ്യൂറിംഗ് ദി ലാസ്റ്റ് വീക്ക് ഓഫ് എക്സാം? നിങ്ങൾ ലാസ്റ്റ് മന്തോ ലാസ്റ്റ് വീക്കോ മാത്രം ഇന്ന് പഠിക്കുകയാണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ എന്തായാലും പൊട്ടും. ലാസ്റ്റ് വീക്കോ ലാസ്റ്റ് മന്തോ ഒക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ എവിടെ തുടങ്ങണം എന്നുള്ളത് നോക്കാം. +2 വരെയൊക്കെ ഞാനും ലാസ്റ്റ് ഒരു മന്തോ ലാസ്റ്റ് 2 വീക്സ് ഒക്കെ ഇരുന്ന് പഠിച്ചിരുന്ന ആളാണ്. CA ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 1.5 മാസം ഇരുന്ന് പഠിച്ചു, പൊട്ടി. കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയപ്പോൾ 2 മാസം ഇരുന്ന് പഠിച്ചു, വീണ്ടും പൊട്ടി. 1 മാസം പഠിച്ചോ, 2 മാസം പഠിച്ചോ, 3 മാസം പഠിച്ചോ, ഇതൊന്നല്ല കാര്യം. നിങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. CA ഇന്ററിൽ ഞാൻ പാസ്സായ അറ്റംപ്റ്റിൽ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 3 ഫേസിലായിരുന്നു. ക്ലാസ്സിൽ അത്രയധികം ശ്രദ്ധിച്ചിരുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കയ്യിൽ നോട്ടോ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് 100% അറിയണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് പോർഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയുന്നില്ലേ എന്ന് നോക്കിയിട്ടല്ല, എക്സാമിന് ഇത് റെലവെന്റ് ആണോ റെലവെന്റ് അല്ലയോ എന്ന് നോക്കണം. കൺസെപ്റ്റ് സ്റ്റഡിയുടെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടാത്തതുണ്ടാവും. കിട്ടാത്ത ക്വസ്റ്റ്യൻ്റെ മുകളിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൺസെപ്റ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഏകദേശം 2 മാസത്തോളം സമയം എടുത്തിട്ടുണ്ട്. അതും പെർ ഡേ 10 to 12 hours പഠിക്കുന്ന സമയത്ത്. ഒരു കൺസെപ്റ്റ് സ്റ്റഡി കഴിഞ്ഞാൽ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ ഉണ്ടാവണം. നിങ്ങൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. പറ്റുകയാണെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. തിയറിറ്റിക്കൽ നോളജ് ഒരു പ്രാക്ടിക്കൽ നോളജായി മാറുന്നത് വരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഫുൾ സബ്ജക്റ്റിന്റെ റിവിഷൻ എക്സാമിന്റെ 1 വീക്ക് ബിഫോർ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് 4 to 5 days നിങ്ങളുടെ ഫസ്റ്റ് എക്സാം പേപ്പർ എന്താണോ അതിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കാൻ പറ്റണം. ഇനി പഠിക്കുന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാം കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന്റെ സകല കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ അടച്ചു വെച്ച് അടുത്ത സബ്ജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇമ്മീഡിയറ്റ്ലി ഡിസ്കസ് ചെയ്ത് നോക്കുക, കൂടെ ഉള്ളവരുടെ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ എടുക്കുക. ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാ പേപ്പറും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പൊട്ടും.